കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്ത ഒരു മാഫിയ സംഘം, പവർ ടീമാണ് മലയാള സിനിമയിലുള്ള ഒരു മാഫിയ. സെക്സ് ട്രാക്കിംഗ് ആൻഡ് മാഫിയ ടീം ഇസ് ഇൻസൈഡ് വർക്കിംഗ് ഇൻസൈഡ് ദ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് വേണമെങ്കിൽ പറയാം. ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്ന നിലയിലും നടിമാരെന്ന നിലയിലും ഒരുപാട് നല്ല പെൺകുട്ടികളുടെ അവസരങ്ങൾ നശിപ്പിച്ചവന്മാരാണ് ഈ ഇരിക്കുന്ന മുകേഷും സിദ്ദിഖും അങ്ങനെയുള്ള ആൾക്കാർ. അല്ലല്ല, മുകേഷും സിദ്ദിഖും എന്ന് പറയുമ്പോൾ ആരോപണ വിധേയരാണ്, തെളിയിക്കപ്പെട്ടിട്ടുള്ള പറഞ്ഞ ആരോപണ വിധേയരായവർ സിദ്ദിഖ്, മുകേഷ്, ഈ പറയുന്ന പറഞ്ഞ ബാബുരാജ്, ഇടവേള ബാബു, എത്ര കാലം അമ്മയുടെ ഭാരവാഹിത്വത്തിൽ കടിച്ചു പിടിച്ചു കിടന്നിരുന്ന മനുഷ്യൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അയാൾ അവിടെ നിന്ന് ഇറങ്ങി. ഹേമ കമ്മിറ്റി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ മാത്രം മലയാളം ഇൻഡസ്ട്രി വളർന്നു എന്ന് ശാരിക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്ത് ഹേമ കമ്മിറ്റി നമ്മുടെ നിയമവ്യവസ്ഥ ഇൻഫ്ലുവൻസ്, എന്ത് ഇൻഫ്ലുവൻസ്? നമ്മുടെ നിയമവ്യവസ്ഥ ഞെട്ടിച്ചിരിക്കുകയാണ് മലയാള സിനിമയുടെ അന്തസ്. മുകേഷൊക്കെ ഇനി എത്ര ഒളിക്കാൻ ശ്രമിച്ചാലും ഇതിന് പുതിയ 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 ഒരുപാട് നാളെയും മറ്റന്നാളും ഒക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കും. സ്ത്രീകൾക്ക് ധൈര്യമായി മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ ഇങ്ങനെ കരിവാരി തേച്ചു അല്ലെങ്കിൽ ഇങ്ങനെ താഴ്ത്തി കെട്ടാൻ മാത്രമുള്ള അധപതനത്തിലേക്ക് എത്തിപ്പോവാൻ കാരണം ഈ പവർ ടീം തന്നെ. ഈ മാംസക്കച്ചവടമല്ലേ, ഈ ഒരു മിയർ മാംസക്കച്ചവടമാണ് മലയാള സിനിമ എന്ന് പറയുന്നത്. ഇപ്പൊ ശാരിക പറയുമ്പോഴും ഇവിടെ ആരോപണങ്ങളുമായിട്ട് ഒരുപാട് ആളുകളുണ്ട്. ഇനിയും വരും, നാളെയും വരും. ഇന്നലകളിലും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്, ഇനി നാളെയും ഉണ്ടാകും. തെറ്റുകൾ ചെയ്തിട്ടുള്ള ആളുകൾ മാത്രം അറസ്റ്റ് ചെയ്യപ്പെടണം, അല്ലാതെ ആരോപണ വിധേയർ എങ്ങനെയാണ് ചുമ്മാ അതുണ്ടാകുമോ? അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്രയും വൃത്തികെട്ടവനാണോ ഈ മുകേഷ് എന്ന് ചിന്തിച്ചു. അതുകൊണ്ട് മാത്രമാണ് രണ്ട് മക്കളുടെ അമ്മയായിട്ടും കുടുംബിനിയായിട്ടും കഴിഞ്ഞത് അവരുടെ ഇമേജിനെ പോലും കോൺഷ്യസ് ആക്കാതെ, അവരൊരു സ്ത്രീയാണെന്ന് പോലും നോക്കാതെ അവരവിടെ വന്ന് മുകേഷിന്റെ പേരുകളും ഇടവേള ബാബുവിന്റെ പേരുകളും വെളിപ്പെടുത്താൻ കാര്യം. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. നമസ്കാരം, ശനിദശയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ശാരിക. ഞാൻ ശിവജിത്ത്. ശിവ്, നമ്മളെ ചിരിപ്പിച്ച, കുടുകൂടെ ചിരിപ്പിച്ച ഒരുപാട് നടന്മാരുണ്ടായിട്ടുണ്ടല്ലേ? പക്ഷേ ഈ ഹേമ കമ്മിറ്റി അല്ലെങ്കിൽ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിരിപ്പിച്ച നടന്മാരാ ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ കരഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇവിടെ ആരോപണങ്ങൾ വരുന്ന നടന്മാർ തന്നെ വന്ന് പറയുന്നുണ്ട് ഇത് അങ്ങനെയൊന്നും ഇല്ല. എന്നാൽ പോലും ഈ ആരോപണങ്ങളെന്ന് നിങ്ങളിങ്ങനെ പുച്ഛിക്കുമ്പോഴും അവർ പുറത്തേക്ക് പറയുന്ന പേരുകൾ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ കണ്ണു തള്ളി ഷോക്കടിച്ചു പോവുകയാണ്. കാരണം ഏതോ ഒരു നടന്റെയോ നടന്മാരുടെ പേരുകളല്ല മുഖ്യധാരാ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക സ്റ്റാർഡത്തിന്റെ മെഗാസ്റ്റാറോടൊപ്പം നിന്നില്ലെങ്കിലും അതുക്കും തുല്യം അല്ലെങ്കിൽ അതുക്ക് തൊട്ട് താഴെ നിൽക്കുന്ന എക്കാലവും വർഷങ്ങളോളം സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നിരുന്ന നമ്മളൊക്കെ ഇപ്പോഴും ഒരിക്കലും അവര് റിട്ടയർഡായി പോകരുതെന്ന് ആഗ്രഹിച്ചിരുന്ന നടന്മാരുടെ പേരുകളൊക്കെയാണ്. അതാണ് വലിയ സ്റ്റാർസ്. പിന്നെ നേരത്തെ ശാരിക പറഞ്ഞ പോലെ ഞാൻ ഈ പറയുന്ന ആരോപണങ്ങളൊന്നും പുച്ഛിച്ചതല്ല. ഈ വലിയ സ്റ്റാർസിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഇത്തരം ആരോപണങ്ങൾ വരുമ്പോഴത്തേക്കിന് പറയട്ടെ. അപ്പൊ പല ആളുകളും പറയുന്നുണ്ട് ഇവിടുത്തെ പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നുണ്ട്. പിന്നെ സിനിമ സെറ്റിലാണെങ്കിൽ ക്യാമറമാൻമാർ വരെ ഇതുപോലെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ പീഡനം നടത്തി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവരുടെ ആരുടെയും പേരുകൾ പുറത്തോട്ട് വരുന്നില്ല. പുറത്തോട്ട് വരുന്ന പേരുകൾ വലിയ സ്റ്റാർഡത്തിന്റെ മാത്രമാണ്. അപ്പം ഇതിനകത്ത് ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആദ്യം പറയുന്നതെന്ന് പറഞ്ഞാൽ പവർ ടീമാണ്. ഏതാണ്ട് 15 അംഗ സംഘം നയിക്കുന്ന ഒരു പവർ ടീമാണ് ബാക്കി എല്ലാവരെയും നിയന്ത്രിക്കുന്നത്. പേരുകൾ പുറത്തു വരുന്നില്ലെങ്കിലും ഈ പറയുന്ന ഇരകൾ ഇത് പറയുമ്പോൾ ഇവരൊക്കെ ആണെന്ന് നമുക്ക് എന്തായാലും സംശയിക്കാതെ എങ്ങനെ സംശയിക്കാതിരിക്കും? സംശയത്തിന്റെ നിഴലിൽ മാത്രമാണ്, അല്ലാതെ ഇവരിങ്ങനെ തെറ്റ് ചെയ്തു എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ഇരകളാണ് പറയുന്നത്. നമുക്ക് പറയോ പറയാതിരിക്കുക നിങ്ങളുടെ ഇഷ്ടം. കാരണം നമ്മൾ എന്താ പറയുന്നത് കാണികളാണല്ലോ. പക്ഷേ ഈ പറയുന്ന അനുഭവിച്ചവർക്കല്ലേ അതിന്റെ വേദന അറിയത്തുള്ളൂ. തീർച്ചയായിട്ടും അനുഭവിച്ചവർക്ക് അതിന്റെ വേദന ഉണ്ടായിരിക്കും. അവരതിന്റെ പുറത്ത് പറയുകയൊക്കെ ചെയ്തു. പക്ഷേ ഇപ്പൊ പറയുന്ന ഞാൻ പറഞ്ഞു വന്ന നടന്റെ പേരെന്ന് പറഞ്ഞാൽ മുകേഷ് ആണ്. മുകേഷ് MLA കൂടെയാണ് അല്ലെ, നമ്മുടെ ഭരണ പാർട്ടിയുടെ MLA കൂടെയാണ്. അദ്ദേഹത്തെ കുറിച്ച് ഇതിനു മുമ്പും ആരോപണങ്ങൾ വന്നിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ, മുൻ ഭാര്യയായിരുന്ന ഒരു പ്രശസ്ത നടി തന്നെയായിരുന്നു. അവര് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു അബ്യൂസറാണ്, അദ്ദേഹം അവരെ ഒരുപാട് ഉപദ്രവിക്കുക, അങ്ങനെയുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. 3-4 വിവാഹങ്ങൾ കഴിക്കുക, അതൊക്കെ അയാളുടെ പേഴ്സണൽ ഇഷ്ടങ്ങളായിരിക്കാം. പക്ഷേ അയാളൊരു സ്ത്രീ പീഡകനാണെന്ന് അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പീഡനം എന്ന ഇൻ ദ സെൻസ് അയാൾ അവരെ അധിക്ഷേപിക്കുകയും അവരുടെ പൈസ ഉപയോഗിച്ച് വളർന്നിട്ട് അവരെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ്. പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവരവിടെ വാർത്തയുടെ മുമ്പിലാണ് വന്ന് പറയുന്നത്. മുൻകാലങ്ങളിൽ അയാൾ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മുൻകാല രഹസ്യ സ്വഭാവങ്ങളാണ് ഇന്നിപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിച്ചു പുറത്തിട്ടിരിക്കുന്നത്. അല്ലാതെ ഇന്ന് നടന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നോ? ഇപ്പം ഇന്ന മുകേഷ് എന്ന് പറയുന്ന നടന്റെ പേര് ഹേമ കമ്മിറ്റിയിൽ ഉണ്ട് എന്നുള്ളത് മുൻനിര നടന്മാർ ബാക്കി മെഗാസ്റ്റാറുകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നിരുന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആരോപണ വിധേയരായവർ സിദ്ദിഖ്, മുകേഷ്, ഈ പറയുന്ന ബാബുരാജ്, ഇടവേള ബാബു, എത്ര കാലം അമ്മയുടെ ഭാരവാഹിത്വത്തിൽ കടിച്ചു പിടിച്ചു കിടന്നിരുന്ന മനുഷ്യൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അയാൾ അവിടെ നിന്ന് ഇറങ്ങി. അയാൾ ഇറങ്ങിച്ചാൽ ഒരു പക്ഷെ അയാൾക്ക് അറിയാമായിരുന്നിരിക്കാം ഈ വർഷം ഈ റിപ്പോർട്ട് പുറത്തു വരും. പറയുന്നുണ്ട്.
5 വർഷം ഈ റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചു. അതൊക്കെ ഈ സിനിമക്കാരുടെ സ്വാധീനം കൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ ശിവനെ നിഷേധിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും അത് തെളിയിക്കാൻ പറ്റുമോ ശാരീരിക? എന്താ അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ 5 വർഷം വിവരാവകാശ കമ്മീഷൻ മാധ്യമപ്രവർത്തക കമ്മീഷൻ അന്വേഷിച്ച ശേഷം മാത്രമാണ് 15 ദിവസം കൊണ്ട് പഠിച്ച് സമർപ്പിക്കേണ്ട റിപ്പോർട്ട് എന്തുകൊണ്ടാണ് 5 വർഷം നീണ്ടുപോയത്? നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് തന്നെ ഇതുപോലെ സിനിമാ സെറ്റുകളിൽ നടക്കുന്ന ഇത്തരം അനുഭവങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് കൂടി ഇതിനെ ചേർന്ന് കൂട്ടിനിൽക്കുന്നതെന്ന് ആരോപിക്കേണ്ടി വരും. അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഹേമ കമ്മിറ്റി. മൗനം പാലിക്കുകയാണ്. ഈ ഹേമ കമ്മിറ്റി ഉണ്ടാക്കിയത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഈ ഒരു ഹേമ കമ്മിറ്റി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ മാത്രം മലയാളം ഇൻഡസ്ട്രി വളർന്നു എന്ന് ശാരിക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്ത് ഹേമ കമ്മിറ്റി നമ്മുടെ നിയമവ്യവസ്ഥ ഇൻഫ്ലുവൻസ്, എന്ത് ഇൻഫ്ലുവൻസ്? നമ്മുടെ നിയമവ്യവസ്ഥ ഞെട്ടിച്ചിരിക്കുകയാണ്. മലയാള സിനിമയുടെ അന്തസ് നിയമവ്യവസ്ഥിതി എവിടെ ഞെട്ടിട്ടില്ല. കാരണം നിയമത്തിന്റെ മുന്നിൽ കംപ്ലൈന്റ് പോയാൽ മാത്രമേ നിയമവ്യവസ്ഥിതി ഞെട്ടുകയുള്ളൂ. ഇവിടെ മീഡിയ സർക്കാർ സിഎം പറഞ്ഞ പോലെ എനിക്ക് ആരും പരാതി തന്നില്ല, ഇരകൾ പരാതി തന്നാൽ മാത്രമേ ഞങ്ങൾ പരാതി എടുക്കുകയുള്ളൂ. ഇരകൾക്ക് സുപ്രീം കോടതി നിയമിച്ചിരിക്കുന്ന ഇരയാകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വമേധയാ കേസെടുക്കാൻ പോലീസിന്. അതാണ് നീതി, അതാണ് നിയമം, ഇതാണ് ഭാരതമാണിത്. അതല്ലാതെ ലൈംഗിക ആരോപണത്തിൽ ഈ ആരോപണങ്ങളുമായിട്ട് വന്നിട്ടുള്ള ഓരോ ലേഡീസിനെ ഞാൻ റെസ്പെക്റ്റോട് കൂടി തന്നെ ഞാൻ പറയാണ്. ഇപ്പൊ നമ്മൾ റോഡിൽ ഇപ്പൊ ആരെങ്കിലും ഒരാളെ പറ്റിയിട്ട് ആരോപണം ഉന്നയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തെളിവുകളുടെയും ഒരു അടിസ്ഥാനമില്ലാതെ വെറുതെ പോലീസിന് പോയിട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പം സ്വമേധയാ കേസ് എടുക്കാമെന്ന് ശാരിക പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ സ്വമേധയാ കേസ് എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ മുകേഷ് എന്ന് പറയുന്ന നടനെതിരെ ഇത്രയും ആരോപണങ്ങൾ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ കാര്യം അറസ്റ്റ് ചെയ്യും. കാരണം അയാൾ എന്റെ അടുത്ത് ഇനി പറയുന്ന കമ്മീഷൻ അവിടെ രൂപീകരിക്കണം. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് പൈസയ്ക്ക് ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും നടന്മാരുടെ കയ്യിൽ കോടിക്കണക്കിന് രൂപയുണ്ട്. എന്ത് സംഭവം നിങ്ങൾ എടുത്ത് നോക്കിയാലും ശരി, തീർച്ചയായിട്ടും ദാരിദ്ര്യമാണ്. അതുകൊണ്ടാണല്ലോ പെൻഷൻ ഒന്നും കൃത്യമായിട്ട് കൊടുക്കുന്നത്. 6 മാസ പെൻഷൻ ഇന്ന് മുടങ്ങി കിടക്കുവാണ്. ഓരോ മാസ പെൻഷൻ കൃത്യമായിട്ട് ഈ 2 മാസമായിട്ടാണ് കൊടുക്കുന്നത്. അതും പെൻഡിംഗ് പെൻഷൻ മാത്രമാണ് കൊടുക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കണം. നമ്മൾ അതിലേക്ക് പോകുന്നില്ല. നമ്മൾ വരുന്ന മുകേഷിലേക്ക് ഞാൻ സർക്കാരിലേക്ക് പോകാൻ കാര്യം അദ്ദേഹം MLA, അതായത് ഈ പാർട്ടി MLA ആയതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് ആദ്യത്തെ പാർട്ടി MLA അത് പറയുമ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു സ്ത്രീ അദ്ദേഹത്തെ കുറിച്ച് ജൂനിയർ ആർട്ടിസ്റ്റ് ആരോപണം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം 2 ദിവസം മുമ്പ് എന്നുള്ള പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു അത് എന്നോടുള്ള പൊളിറ്റിക്കൽ വിരോധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ഇന്ന് രാവിലെ മിനു മുനീർ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് പറഞ്ഞത് അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്രയും വൃത്തികെട്ടവനാണോ ഈ മുകേഷ് എന്ന് ചിന്തിച്ചു. അതുകൊണ്ട് മാത്രമാണ് 2 മക്കളുടെ അമ്മയായിട്ടും കുടുംബിനിയായിട്ടും കഴിഞ്ഞെന്ന് അവരുടെ ഇമേജിനെ പോലും കോൺഷ്യസ് ആക്കാതെ, അവരൊരു സ്ത്രീയാണെന്ന് പോലും നോക്കാതെ അവരവിടെ വന്ന് മുകേഷിന്റെ പേരുകളും ഇടവേള ബാബുവിന്റെ പേരുകളും വെളിപ്പെടുത്താൻ കാര്യം മുകേഷ് പറഞ്ഞിരുന്നു. ആ സെറ്റുകളിൽ ചെല്ലുമ്പോൾ എന്തോ വൺ വേ ടിക്കറ്റ്, ആ സിനിമയുടെ സെറ്റ് അങ്ങനെയാണ്, വൺ വേ ടിക്കറ്റ് സെറ്റിൽ ചെല്ലുമ്പോഴത്തേക്ക് അവർക്കൊരു ചാൻസ് തരണമെന്ന് പറയുമ്പോൾ അവരോട് മുകേഷ് ചോദിച്ചത്രേ, ഞാൻ അറിയാതെ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നുഴഞ്ഞ് വേറൊന്നുമല്ല, അമ്മയുടെ ഭാരവാഹിത്വം അവർക്ക് കൊടുത്തില്ല. 3 സിനിമകളിൽ അഭിനയിച്ചാൽ മാത്രമേ ഭാരവാഹിത്വം കൊടുക്കുന്നുള്ള നിയമം അവർക്കുണ്ട്. ഇതിനൊക്കെ ഒറ്റ വാക്കിൽ മുകേഷ് തന്നെ ഇപ്പം മീഡിയാസിന്റെ മുന്നിൽ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് സംസാരിച്ചു? ആരോപണത്തിന് മറുപടി കൊടുത്തിട്ടില്ല. അപ്പൊ ആദ്യം പറഞ്ഞ വേറൊരു നടിയാണ്. ഓർമ്മയില്ല എന്ന് അദ്ദേഹം ഓർമ്മയില്ല. വല്ല രോഗമുണ്ടോ? അതായത് ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ ഓർമ്മയുണ്ട്, ഇതിന്റെ ഓർമ്മയില്ല എന്ന് പറയുന്ന ഒരു അഭിനയമല്ലേ അത്? അന്ന് സൂര്യ എന്ന് പറയുന്ന ചാനലില് കോടീശ്വരൻ എന്ന പരിപാടിയിൽ ഇപ്പം ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തി ഇപ്പൊ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കും, അത് തെളിയിക്കപ്പെടണം. അല്ലാതെ ഒരു ആരോപണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല. രണ്ടാമത് അടുത്ത ആരോപണമാണ് മിനു. അത് അവർ തെളിവ് ചാറ്റ് ഹിസ്റ്ററി അവർ പറയുന്നത് എന്നോട് മുകേഷ് പറഞ്ഞിരുന്നതാണ്, ഞാൻ അറിയാതെ എന്റെ കൂടെ കിടക്കാതെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാതെ നീ ഇവിടെ കയറുമെന്ന് വിചാരിക്കണോ? എന്തുകൊണ്ട് അതിനെതിരെ എതിർത്തില്ല? അവർ എതിർത്തു. അതുകൊണ്ടാണ് അവർ കൂടെ കിടന്നില്ല. അതുകൊണ്ട് അവർക്ക് ആ സിനിമ ചാൻസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് അവരെ പിന്നീട് അങ്ങോട്ടുള്ള പടങ്ങളിൽ വിളിച്ചില്ല. കംപ്ലൈന്റ് ചെയ്യാനുള്ള ധൈര്യം അവർക്ക് ഉണ്ടായിരുന്നില്ല. കാരണം കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്ത ഒരു മാഫിയ സംഘം, പവർ ടീമാണ് മലയാള സിനിമയിലുള്ള ഒരു മാഫിയ. സെക്സ് ട്രാക്കിംഗ് ആൻഡ് മാഫിയ ടീം ഇസ് വർക്കിംഗ് ഇൻസൈഡ് ദ മലയാളം ഫിലിം ഇൻഡസ്ട്രി. നിയമവ്യവസ്ഥയേക്കാൾ മുകളിലാണോ ഈ പറയുന്ന പവർ ടീം എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും ആയിരിക്കാം. അതുകൊണ്ടാണല്ലോ അവര് ഈ പറയുന്ന പോലെ വേപ്പില എറിഞ്ഞു കളയുന്ന പോലെ എന്ത് ഒരു നിയമം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എത്രമാത്രം മ്ലേച്ഛകരമാണ് ഇതുപോലെ ഒരു വിശാലമായ മലയാളം ഇൻഡസ്ട്രിയിൽ എല്ലാ ദക്ഷിണേന്ത്യൻ സിനിമകൾ കയറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ബോളിവുഡ് സിനിമകളും ബോളിവുഡ് സംവിധാനം പോലും ആരാധനയോടെ നോക്കുന്ന മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ ഇങ്ങനെ കരിവാരി തേച്ചു അല്ലെങ്കിൽ ഇങ്ങനെ താഴ്ത്തി കെട്ടാൻ മാത്രമുള്ള അധപതനത്തിലേക്ക് എത്തിപ്പോകാൻ കാരണം ഈ പവർ ടീം തന്നെ. ഈ മാംസക്കച്ചവടമല്ലേ, ഈ ഒരു മിയർ മാംസക്കച്ചവടമാണോ മലയാള സിനിമ എന്ന് പറയുന്നത്? ഇപ്പൊ ശാരിക പറയുമ്പോഴും ഇവിടെ ആരോപണങ്ങളുമായിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഇനിയും വരും, നാളെയും വരും. ഇന്നലകളിലും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്, ഇനി നാളെയും ഉണ്ടാവും. ഉണ്ടാവാതിരിക്കാനാണ് ഇവരെല്ലാം ഇരകളെല്ലാം പേര് പറഞ്ഞു പുറത്ത്. ഈ മിനു അവർ പറഞ്ഞു എന്നെ മുഖം മറക്കണ്ട, ഞാൻ എന്റെ പേരുകൾ പറയുന്നു എന്ന് പറഞ്ഞു വന്നതിന്റെ കാരണം ഇനി ഒരാൾക്കും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകരുതെന്നാണ് അവർ പറയുന്നത്. ഇതുപോലെ പലരും പറയുന്നു. ഞാൻ പറയുന്നത് ഇന്നലകളിൽ ആരോപണം ഉണ്ടായിരുന്നു, ഇന്നും ആരോപണമുണ്ട്, നാളെയും ആരോപണം ഉണ്ടാവും. പക്ഷേ
തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നാളെ ഇവരെല്ലാം അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. നാളെ ഒരു ദിവസം അറസ്റ്റ് ചെയ്യപ്പെടണം. തെറ്റുകൾ ചെയ്തിട്ടുള്ള ആളുകൾ മാത്രം അറസ്റ്റ് ചെയ്യപ്പെടണം, അല്ലാതെ ആരോപണ വിധേയരല്ല. ആരോപണങ്ങൾ എങ്ങനെയാണ്? ചുമ്മാ അതുണ്ടാകുമോ? പിന്നെ ശിവ്, നിങ്ങൾ എന്താ പറയുന്നത്? ചുമ്മാ ഇരിക്കുന്നവരാ ശിവനെ കുറിച്ച് ചുമ്മാ നേരത്തെ ശാരിക പറഞ്ഞു, പൊളിറ്റിക്കലി ഈ പറയുന്ന പോലെ ഒരു MLA ആയതുകൊണ്ട് പൊളിറ്റിക്കൽ അജണ്ടയുടെ ഇയാളിപ്പോ പാർട്ടി പ്രവർത്തിക്കുന്ന കുറെ വർഷങ്ങളായല്ലോ, എന്നിട്ട് ഇതിനു മുമ്പൊന്നും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഈ സ്ത്രീ പീഡനങ്ങളും ഈ പിന്നെ അറ്റാക്കിങ് മാത്രമാണ് ഇയാളെ കുറിച്ച് ആരോപണം. പാർട്ടികൾ ഇഷ്യൂ വരുമ്പോൾ മാത്രമല്ല പറയാൻ പറ്റുള്ളൂ, അല്ലാതെ വെറുതെ വന്നിട്ട് എന്റെ പേരിൽ ഇങ്ങനെ ഒരു അജണ്ട ഉണ്ട് എന്ന് പറഞ്ഞു വെറുതെ മീഡിയാസിന്റെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വട്ടാന്ന് ചുമ്മാ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന പരിപാടി കാണിക്കും. മുകേഷൊക്കെ ഇനി എത്ര ഒളിക്കാൻ ശ്രമിച്ചാലും ഇതിന് പുതിയ 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 ഒരുപാട് നാളെയും മറ്റന്നാളും ഒക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കും. സ്ത്രീകൾക്ക് ധൈര്യമായി, കാരണം അത്രയധികം പീഡനങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്ന നിലയിലും നടിമാരെന്ന നിലയിലും ഒരുപാട് നല്ല പെൺകുട്ടികളുടെ അവസരങ്ങൾ നശിപ്പിച്ചവന്മാരാണ് ഈ ഇരിക്കുന്ന മുകേഷും സിദ്ദിഖും അങ്ങനെയുള്ള ആൾക്കാർ. അല്ലല്ല, മുകേഷും സിദ്ദിഖും എന്ന് പറയുമ്പോൾ ആരോപണ വിധേയരാണ്, തെളിയിക്കപ്പെട്ടിട്ടുള്ള അവരുടെ ജീവിതമാണ് അതിന്റെ തെളിവ്. ശാരിക, അത് കുറ്റം തെളിയിക്കപ്പെട്ടാൽ കഴിവുള്ള നടിമാരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് അല്ലെങ്കിൽ അവരെ ലൈംഗികമായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ, ഈ പറയുന്ന ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി, ഇന്നലെ തന്നെ ഒരു ജേർണലിസ്റ്റ് ആയിട്ടുള്ള പെൺകുട്ടി, അവള് ജൂനിയർ ആർട്ടിസ്റ്റ് ആണ്, അവള് പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ മാത്രം അഭിനയിക്കാൻ പറയേണ്ടത് നോയാണ്. നോ പറയുമ്പോൾ പിന്നെ അവർക്ക് ചാൻസ് ഇല്ല. അവർ നോ പറഞ്ഞു, അവർ പറഞ്ഞു എനിക്കിത് പറ്റില്ല. നമ്മുടെ നാട്ടില് മീഡിയ ഉണ്ട്, വേറൊന്നും നോക്കണ്ട മിസ്റ്റർ. WCCയുടെ അരങ്ങത്തിരുന്ന പാർവതി തിരുവോത്ത് WCCയുടെ മെമ്പർ ആയതുകൊണ്ട് മാത്രം അവർ ആ സമയത്ത് കത്തി ജ്വലിച്ചിരുന്ന ഒരു ഫേമസ് ആർട്ടിസ്റ്റ് ആയിട്ട് 2 വർഷമാണ് അവർക്ക് മലയാളത്തിൽ പണം കൊടുക്കാതിരുന്നത്. പല പടത്തിൽ നിന്നും അവർ 10ഓളം പടങ്ങളിൽ നിന്ന് അവരെ പുറത്താക്കിയത് മലയാളം ഇൻഡസ്ട്രിയിലെ പ്രമുഖർ തന്നെ. അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചു? പാർവതി തിരുവോത്തിന്റെ ഭാഗത്ത് സത്യം കൊണ്ടായിരുന്നു, അവരത് ഉറച്ചു, അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. അവരെന്തുകൊണ്ട് അവർ ഹിന്ദിയിലേക്ക് പോയി തിരിച്ചു വന്നു. ഇപ്പൊ തങ്കലാൻ അതും നല്ല ആക്ടിങ്. അതാണ് വേണ്ടത്. അത് അവരുടെ ധൈര്യം. എന്നിട്ടും 2 വർഷം ഞാൻ പറഞ്ഞു വരുന്നത്, അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു നടിയായിട്ട് പോലും അവർക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഈ പാവപ്പെട്ട ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടുള്ള എങ്ങും അറിയപ്പെടാതെ പോകുന്ന നടിമാർക്ക് എങ്ങനെയാണ് ഇവരെ ഈ പവറിനെ അതിജീവിക്കാൻ സാധിക്കുന്നത് കൂടെ ശിവ പറയേണ്ടി വരും. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, പാർവതി ഇപ്പം ശാരിക പറഞ്ഞ പോലെ ഇവിടുന്ന് നോ പറഞ്ഞിട്ട് ഇവിടെ അവസരം നിഷേധിക്കപ്പെട്ടപ്പോ അയാൾക്ക് ടാലന്റ് ഉള്ളതുകൊണ്ട് മറ്റു ഭാഷയിൽ അവസരം നിഷേധിപ്പിക്കാൻ ശരീരത്തിന്റെ പേരിൽ സെക്സിന്റെ പേരിൽ അവസരം നിഷേധിക്കാൻ ആർക്കാണ് അതിനെയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. എന്നിരുന്നാലും ഇനിയുള്ള അവസരങ്ങളിൽ ഇനിയുള്ള കാര്യങ്ങൾ ഇനി നടക്കുന്ന മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ അഭിനേതാക്കളെല്ലാം കഴിവിന്റെ പേരിൽ മാത്രം ഇൻഡസ്ട്രിയിലേക്ക് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നന്ദി.